നല്ല പടം, കൊള്ളാം. ആ എല്ലാം അർജുൻ അശോകനും കൊള്ളാം. കൊള്ളത്തില്ല കേട്ടോ, പടം കൊള്ളാം, അടിപൊളി, സൂപ്പർ, നല്ല മൂവി കേട്ടോ, കൊള്ളാം. നല്ല സിനിമയാണ്. അപ്പോൾ മാളികപ്പുറം ടീമാണ് ഇത് മേക്ക് ചെയ്തേക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിൻ്റേതായിട്ടൊന്ന് നല്ലൊരു ക്വാളിറ്റിയിൽ അവർ ചെയ്തിട്ടുണ്ട്. കൊള്ളാം. അഭിനയം കൊള്ളാം, നല്ല കൊള്ളാം, കൊള്ളാം, അടിപൊളി പടം. കോമഡിയില്ല, കുഴപ്പമില്ല, നല്ല കുഴപ്പമില്ല. പാലോടൊരു ഇതില്ലേ, അവിടെ ഒരു ഇതുള്ളതല്ലേ, പാലോട് സമിതി വളം, കുഴപ്പമില്ല, നല്ല പിക്ചർ, നല്ല അഭിനയം, കുഴപ്പമില്ല. ഈ അടുത്ത ഏറ്റവും നല്ല പടമാണ്. നല്ല പടം, നല്ല സിനിമ, അതിനേക്കാളും കൊള്ളാം. കൊള്ളാം, കുഴപ്പമില്ല. അടിപൊളി എന്ന് പറയണ്ട, കുഴപ്പമില്ല. നല്ല സിനിമയായിരുന്നു. അഭിനയിച്ചവരെല്ലാവരും നന്നായിട്ട് അഭിനയിച്ചു. അശോകൻ്റെ മോനൊക്കെ നന്നായിട്ട് അഭിനയിച്ചു. ഇത്തിരി ബോറിംഗ് ആയിട്ട്, ബാക്കിയെല്ലാം പൊളിയാണിത് കണ്ടോക്കിയത്. സുമതി വളവ് എനിക്ക് കണ്ടത് ഏറ്റവും ഒരു ബിലോ ആവറേജ് സിനിമയാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഒന്നാമത്തെ നെഗറ്റീവ് എന്ന് വെച്ചാൽ അതിൻ്റെ മേക്കിങ്ങും ആർട്ടിഫിഷ്യാലിറ്റിയാണ്. എന്നുവെച്ചാൽ ഇതിനകത്ത് അഭിനയിക്കുന്നവരുടെയും എല്ലാവരും ഭയങ്കര ആർട്ടിഫിഷ്യൽ നാടകീയത തോന്നിക്കുന്ന ഒരു സംഭവമായിരുന്നു ഇതിൽ ഉള്ളത് തന്നെ. പിന്നെ ഹൊററും കോമഡിയും രണ്ടും വർക്കൗട്ട് ആയില്ല. ഹൊറർ കാണിച്ച സീൻസെല്ലാം കോമഡി ആയിട്ടും കോമഡി കാണിച്ച സീൻസെല്ലാം അപരാധമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഇല്ല, ഇത് ആ സുമതി വള്ളം എന്ന് വെച്ചാൽ മറ്റേ ട്രിവാൻഡ്രത്തുള്ള സ്ഥലത്ത് നമ്മൾ യൂട്യൂബിൽ തന്നെ അതിൻ്റെ കുറച്ച് മിസ്റ്ററി കഥകളൊക്കെ ഉണ്ട്. ആ ഒരു മിസ്റ്ററി ഫീല് കിട്ടാൻ നമ്മൾ വന്നത്. പക്ഷേ ഇത് വന്നപ്പോൾ ഇത് വെറുതെ ഒരു ആൾക്കാരെ വഴിയാക്കുന്ന രീതിയിലാണ് ഇവിടെ ചെയ്ത് വെച്ചേക്കുന്നത്.